മാമ വിഎസിനെ കാണാൻ പോവുകയാണോ? അതെ. എന്ത് എല്ലാം പറയണോ? പിന്നെ ഞാൻ ഇത്ര നേരം നിലവിളിച്ചത് കേട്ടില്ലായിരുന്നാ? എൻ്റെ സഖാവ് ഞങ്ങളെ രാജാവാണ് ലോകത്താ. ഞങ്ങൾ ഇതേപോലെ ഒരു ആളിനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ. എനിക്ക് കരയാനുണ്ട്, പറയാനുണ്ട്. ഇതാണ് ആ ഒരു വൈകാരിക പ്രകടനം. എല്ലാ തലത്തിലുള്ളവർക്കും അത്രത്തോളം വൈകാരികമായിരുന്നു വി എസ് എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണ് ആ ഒരു അമ്മാമ്മയുടെ ആ ഒരു പ്രതികരണം. വി എസിനെ അവസാനമായി കാണാൻ പോവുകയാണ്. കേരളത്തിലെ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്ത്യം നടന്നു. അതോടുകൂടി പ്രസ്ഥാനത്തിന് ദോഷം. വി എസിനെ കാണാൻ പോവുകയാണ്. വി എസിനെ പറ്റി എന്താ ഒരു ഓർമ്മ? വി എസിനെ പറ്റി നല്ല ഓർമ്മയുണ്ട്. കുറേ പ്രാവശ്യം നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പല കാര്യ ആവശ്യങ്ങൾക്കായിരുന്നു. പൊളിറ്റിക്കലായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും അല്ലാണ്ട് സംഘടന വയസ്സൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. വി എസിൻ്റെ ഓരോ വാക്കുകളും നമുക്കെന്നും മൂർച്ചയുള്ളത്. നമുക്ക് വികാരങ്ങൾ കുറച്ച് ഞാനൊരു പാർട്ടി അനുഭാവിയാണ്, പാർട്ടി പ്രവർത്തകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് എന്താ പറയണ്ടേ, എന്നും നമുക്ക് എന്നും പോരാടാനുള്ള ഒരു ഊർജം തരുന്ന വാക്കുകളാണ് എന്നും ഉണ്ടാവുക. വി എസിനെ എങ്ങനെ അനുസ്മരിക്കുന്നു? വി എസ് ജനകീയ നേതാവാണ്. വലിയ ദുഃഖമുണ്ട്. എല്ലാ യാതനകളും വേദനകളും പാർട്ടിക്ക് വേണ്ടി സഹിച്ചാണ്. പാർട്ടി കെട്ടിപ്പടുത്തു. 64 പാർട്ടി സ്പ്ലിറ്റായപ്പോൾ കൂടെ ഇറങ്ങി വന്നൊരു നേതാവിനെ ഒരിക്കലും മറക്കാൻ കഴിയും. വളരെ ഹൃദയഭേദകമാണ് ഈ മരണം. ചെറിയ ഒരു കാലയളവായിരുന്നില്ല വി എസിൻ്റേത്. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണ്. കേരളം ഇന്ന് ഈ കാണുന്ന രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ്. വി എസിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് ഒരു ഓർമ്മ? നമ്മുടെ നേതാവല്ലേ, പിന്നല്ല വേറെ എന്താ പറയാ. വി എസിനെ ഓർമ്മിക്കുകയാണ് മാമ. നമ്മൾ ഒരുമിച്ച് കയറിയതാണ് പാർട്ടിക്കകത്ത്, ഒരുമിച്ച് പാർട്ടിക്കകത്ത് കയറിയതാണ്. അതേപോലെ ഞാൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചതാണ്. ഇത് തന്നെയാണ് ജിൽസി പറയാനുള്ളത്. ആ വൈകാരിക പ്രകടനം, അതായത് ആ പഴയ തലമുറയിലുള്ളവർക്കൊക്കെ കണ്ണ് നനയാതെ വി എസിനെ പറ്റി ഓർക്കാൻ കഴിയുന്നില്ല. മറ്റ് പലരും പറഞ്ഞതുപോലെ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സഖാവ് തന്നെയായിരുന്നു വി എസ്. അതേപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ പറ്റി ഓർക്കാതെ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? നേതാവിനുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും വളരെയധികം ചെറുപ്പത്തിലേ പാടുപെട്ട ഒരു നേതാവാണ്. ഇതേമാതിരി ഒരു നേതാവിനെ കിട്ടാൻ ഇനി അടുത്ത കാലത്തൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ നഷ്ടം വളരെ വേദനാജനകമാണ്, ദുഃഖകരം. അദ്ദേഹം പറഞ്ഞ പോലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, പാവപ്പെട്ടവനെ എപ്പോഴും ഓർക്കുന്ന, പാവപ്പെട്ട കാര്യം എടുത്തു പറയുന്ന മഹാനായ നേതാവ് തന്നെയാണ് വി എസ്. അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് നിന്ന് വന്നു. മലമ്പുഴയെ പ്രതികരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതെ അതെ, മലമ്പുഴ മൊത്തത്തിൽ മറ്റേ പാലക്കാടിനെ ഒരു പ്രത്യേക ഒരു നെല്ലറ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന അങ്ങേക്കുണ്ട്. സ്നേഹം തന്നെ പ്രധാനം. എന്തായാലും ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് അങ്ങനെ പോയല്ലേ, പിന്നെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ശരി, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്നലെ ഇറങ്ങിയതാണ്. ശരി. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? പാർട്ടി വലുതാക്കി. വി എസ് ആണ് ഈ പാർട്ടി വലുതാക്കിയത്. വി എസിനെ പാർട്ടിയും വലുതാക്കി. എന്താ പറയണ്ടേ? വി എസിനെ പോലെ ഒരാളിനി ഒരമ്മേരെ ഉദരത്തിൽ ജനിക്കണം, അങ്ങേരെ പോലെ ഒരാളിനി വരണം. അങ്ങേരെ മറ്റൊരാളെ കൊണ്ട് കഴിയില്ല. അതുപോലെ ഒരാളിനി കിട്ടില്ല. അതായത് ജിൽസി, ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് വി എസിനെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യന് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നു. ആ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് വി എസ് എന്ന് പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം പാർട്ടിയിൽ വന്നു എന്ന് പറഞ്ഞ് കണ്ണ് നനയുന്ന ഒരു അമ്മാമ്മയെ കണ്ടു. അങ്ങനെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദർബാർ ഹാളിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും വേഗം ഈ ക്യൂ, അതായത് പരമാവധി പേരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിവേഗം ഈ പൊതുദർശനത്തിന് എത്തിയ പൊതുജനങ്ങളെ വേഗത്തിൽ കാണിക്കുകയാണ്.